Hey, you amazing ones. How are you all? Are you all keeping fine? Yes. Hope that all of you are keeping fine and safe at home. Once again, a hearty welcome to all to the online learning platform of Vishwabharathi College, Meppayu. So, as all of us know, in today's world, we are being affected by one of the greatest diseases, the coronavirus. So, as a student, it's our social commitment or it's our social duty to pray for all these people who are being affected by various sickness, diseases, natural disasters like flood that's still happening in Kerala. So, just pause for a moment before I begin this class or before we begin this class. Let's pause for a moment and pray for all these people all over the world. So in the last class, we discussed the unit, the frames. Okay, along with that, don't you remember the chapter that we discussed? Can anyone tell me the name of the chapter? Yes, you said it. The name of the chapter is The Project Tiger, isn't it? Yes. And the Project Tiger is penned by whom? It's penned by or written by Satyajit Ray. Okay, and who was he? Who was Satyajit Ray? He's known to everyone, isn't it? Yes, he's a very famous Indian filmmaker. Okay, and he's an expert of a Indian film field, and he's well known behind the movie Padar Panchali. Have all of you seen that movie? Yes. So today in this class, let's discuss the paragraphs from 9 to the end of the chapter. Okay. In the last class, we discussed from the first to 8th one. Okay, don't you remember the story? Yes, so just let's revise what we learned in the last paragraphs. Are you ready? Yes. So in the last class, we saw the first paragraph about the Hollywood filmmaking. Didn't we see that? Yes. And how perfectly they in fact make the Hollywood movies. We saw that. അല്ലേ നമ്മളെല്ലാവരും കണ്ടു അല്ലേ ഹോളിവുഡ് മൂവീസ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ മൂവീസ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ. അവിടെ നമ്മളൊരു ഫസ്റ്റ് പാരാഗ്രാഫ് വന്നപ്പോഴേക്കും നമ്മളവിടെ ഒരു നായ്ക്കുട്ടിയെ കാണുന്നുണ്ട് അല്ലേ, റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഒരു അൽസേഷ്യൻ നായ്ക്കുട്ടി അല്ലേ. എന്താണ് അവർ ഹ്യൂമൻസിനേക്കാൾ നന്നായിട്ട് അവരെന്ത് ചെയ്തിരുന്നു, അഭിനയിച്ചിരുന്നു. അല്ലെങ്കിൽ അതുമാത്രമല്ല അവർക്ക് അവരെക്കാളും കൂടുതൽ ഹ്യൂമൻ ആക്ടേഴ്സിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടിയിരുന്നു അവർക്ക് നമ്മുടെ ഈ നായ്ക്കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹോളിവുഡ് മൂവിയിലെ ആനിമൽസിന്. ഓക്കെ, അതുകൂടാതെ തന്നെ ലാസി എന്നുള്ളൊരു ഡോഗിനെ പറ്റിയും അവിടെ നമ്മുടെ സത്യജിത് റോയ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ലാസിയെ കൊണ്ട് ഡയറക്ടേഴ്സ് എന്തും ചെയ്യിക്കാനായിട്ട് പറ്റുമായിരുന്നു അല്ലേ. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പാരാഗ്രാഫിൽ നമ്മൾ കണ്ടത് അല്ലേ. അത് മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തിരുന്നു അല്ലേ. അതായത് ഹ്യൂമൻ ആക്ടേഴ്സിനേക്കാളും മറ്റ് ആക്ടേഴ്സിനേക്കാളും കൂടുതലായിട്ട് ഏൺ ചെയ്തിരുന്ന ആരാണ്? ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള അല്ലെങ്കിൽ ആനിമൽസ് ആണ് അല്ലേ ഹോളിവുഡ് മൂവീസിൽ അല്ലേ. അടുത്ത പാരാഗ്രാഫ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം കടന്നില്ലാണ് ആര്, നമ്മുടെ സത്യജിത് റായ് അല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ഓക്കെ, ഷൂട്ടിംഗ് തുടങ്ങുന്ന ആ ദിവസം തന്നെ എന്താണ്, ഓക്കെ ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ക്യാമറമാൻ വെയിറ്റ് ചെയ്യാണല്ലേ. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ഓക്കെ, അവിടെയുള്ള ആക്ടേഴ്സ് വരാനായിട്ട് അല്ലേ. അവരുടെ സ്റ്റാൻഡിൻസ് നോക്കണം അല്ലേ, അവരുടെ അഭിനയിച്ച് നോക്കണം, ലൈറ്റുകൾ ശരിയാണോ, അവരൊന്ന് ടേക്ക് എടുത്ത് നോക്കണം, ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് നോക്കണം എങ്ങനെയാണ്. അപ്പം വലിയ വലിയ ആക്ടേഴ്സിന് പകരം അവരുടെ ഡ്യൂപ്പുകളാണ് വന്ന് അഭിനയിക്കുക. ഓക്കെ, അതേസമയം അദ്ദേഹം കണ്ട വേറൊരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? അതായത് ഈ ഡോഗ്സിന് പകരം അല്ല, ഈ നായ്ക്കൾക്ക് പകരം അവിടെ എന്താണ്, ഒരു കുള്ളനായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലെ, ഒരു ഡ്വാർഫ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഈ നായ്ക്കളുടെ തോലിട്ട് ഒരു വസ്ത്രം ധരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡ്യൂപ്പായിട്ട് അവിടെ അഭിനയിക്കുകയാണ് നായ്ക്കൾക്ക് പകരം. അപ്പം അത്രത്തോളം എന്താണ് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു അവർക്ക്, ഈ ഡോഗ്സിന് ഹോളിവുഡ് മൂവീസിൽ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയാണ് ഇതൊക്കെ ഹോളിവുഡിൽ എത്രത്തോളം പോസിബിൾ ആണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ എന്താണ്, അവിടെ നല്ല രീതിയിൽ എന്താണ് ഓൾ ആനിമൽസ് ആർ വെൽ ട്രെയിൻഡ് അല്ലേ. അവിടെയുള്ള ആനിമൽസൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ നായ്ക്കുട്ടികളാണ് അല്ലെങ്കിൽ ആനിമൽസ് ആണ് അല്ലേ. യെസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഹോളിവുഡ് മൂവിയിൽ അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ മൂവിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാക്കകളെ ആവശ്യമായിട്ട് വന്നു അല്ലേ, റേവൻസ് അല്ലേ. അപ്പോൾ അദ്ദേഹം പെർഫെക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത കാക്കകൾ, അതായത് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ US അദ്ദേഹം ഒരു ന്യൂസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അദ്ദേഹം ഒരു നോട്ടീസൊക്കെ അടിച്ച് പലയിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അയാൾ അവസാനം ഒരാളെ കിട്ടുകയും ആ കാക്കകളെ വെച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് പറഞ്ഞു അല്ലേ. അപ്പം ഒരു ഭാഗത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്തത് സത്യജിത് റേ പറഞ്ഞ എന്താണ്, ഹോളിവുഡിൽ എന്താണ് ഒരു ആനിമൽസിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. ബിക്കോസ് we get trained animals in a Hollywood film field. Okay, but discussing about the situation of India, നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെ
ട്രെയിൻ ചെയ്ത ആനിമൽസ് വളരെ കുറവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. എന്തായിരിക്കും കാരണം ഇങ്ങനെയുള്ള മൂവികളെ ഫോക്കസ് ചെയ്ത ട്രെയിൻ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള നമ്മുടെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കിരാജ 2 അല്ലേ നമ്മൾ കാണുന്നുണ്ട്. പോക്കിരാജ 2ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ വെച്ച്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒന്നും വേണ്ട നമ്മുടെ പുലിമുരുകനകത്ത് നമ്മൾ കാണുന്നുണ്ട് കടുവകളൊക്കെ അല്ലേ. അപ്പോൾ ഇതുങ്ങളൊക്കെ എന്താണ്, ഈ ആനിമൽസിനൊക്കെ വളരെ ട്രെയിൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇതുങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പം ഇന്ത്യൻ മൂവി നമുക്ക് അത്രത്തോളം പിന്നോട്ട് വെക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ മൂവീസിൽ ഇപ്പോൾ എന്താണ് നല്ലപോലെ ട്രെയിനിങ് കിട്ടിയ ഒരുപാട് ഡോഗ്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മൂവിയിലെ സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്താൽ മതി. പുലിമുരുകലിനെയും പോക്കിരാജയിലൊക്കെ സീൻസ് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അതിൽ പോക്കിരാജയിലെ നായ്ക്കുട്ടികൾ, ഇതിലാണെങ്കിൽ കടുവ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പുലിയൊക്കെ വരുന്ന ആ ഒരു സീൻ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ കൊണ്ടുവരുന്നത്. പക്ഷേ ഇന്ത്യ ആ സൈഡിൽ ചിന്തിക്കുമ്പോൾ, ആ സമയത്ത് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് കിട്ടുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്നാണ് റേ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബോംബെ അല്ലെങ്കിൽ മദ്രാസ് പോലുള്ള നഗരങ്ങളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ നായ്ക്കുട്ടികളെ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടല്ല. കാരണം പോലീസിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്, റേ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, പക്ഷേ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം നിർമ്മിക്കുന്ന ആളുകൾ വളരെ പേഷ്യൻ്റ് ആണെങ്കിൽ, ക്ഷമയുള്ളവരാണെങ്കിൽ എന്താണ് മെച്ചം? അതായത് ഭൂലോയെ പോലുള്ള നായ്ക്കുട്ടികൾ അദ്ദേഹം പതേർ പാഞ്ചാലിയിൽ അഭിനയിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ക്ഷമയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആനിമലിനെ വെച്ചും ഷൂട്ട് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഏതാണ് ആ ഒരു സിനിമ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ സിനിമയുടെ പേരെന്താണ്? അതായത് ആ സിനിമയുടെ പേര് പറയുന്നുണ്ട് ഗൂപ്പി ഗൈനെ ബാഗാ ബേനെ എന്നുള്ളൊരു സിനിമയാണ് അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹത്തിന് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരാണ്? ഗൂപ്പിയും ബാഗയും അല്ലേ. അപ്പം ഈ ഗൂപ്പി എന്ന് പറഞ്ഞ ആളെ രാജാവ് നാട് കടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് ഈ ഗൂപ്പി ആരെ കാണുകയാണ്? ബാഗയെ കാണുകയാണ്. അങ്ങനെ ബാഗയും ഗൂപ്പി കാട്ടിലറിയുന്ന സമയത്ത് അവരൊരു ചെറു കാട്ടിൽ വെച്ചിട്ട് എന്താണ് അവരൊരു കടുവയെ കാണുകയും അതുപോലെ വെച്ച് അവിടെ പേടിക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സന്ദർഭമാണ് ആർക്ക് ഷൂട്ട് ചെയ്യേണ്ടത്? നമ്മുടെ സത്യജിത് റേയ്ക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോട്ട് ബുക്ക് എടുക്കുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആർ യു ഓൾ റെഡി? എല്ലാവരും നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നോ? യെസ്, കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. യെസ്, ആർ യു ഓൾ റെഡി? യെസ്, സോ ലെറ്റ്സ് ബിഗിൻ ദ ടുഡേയ്സ് ക്ലാസ്. എല്ലാവരും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. യെസ്, so the 9th paragraph goes like this. Having thought of the scene, I simply had to shoot it. ആരത് പറയുന്നത്? റേ പറയാണ്. ഞാൻ ഈ സീനെ പറ്റി ഓർത്തപ്പോൾ, എന്ത് രംഗത്തെ പറ്റി ഓർത്തപ്പോഴാണ്, അതായത് കടുവ ഇങ്ങനെ ആ ഒരു കാട്ടിലൂടെ ജസ്റ്റ് ഇങ്ങനെ മന്ദം നടന്നു വന്നാൽ മാത്രം മതി, മെല്ലെ നടന്നു വന്നാൽ. അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എന്താണ്, ഇത് വളരെ സിമ്പിളല്ലേ, ഇതെനിക്ക് വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അദ്ദേഹം ഒരു ക്യാമറമാനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതെനിക്ക് വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? പക്ഷെ ഒരു കടുവയെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? നമ്മൾ എവിടെ പോയിട്ടാണ് ഒരു കടുവയെ കണ്ടുപിടിക്കുന്നത്? അദ്ദേഹം അവിടെ ഒരു ചോദ്യം ഉയർത്തുകയാണ്. ആര്? നമ്മുടെ ആര് ഉയർത്തുന്നു? നമ്മുടെ സത്യജിത് റേ പറയുകയാണ്. യെസ്, the obvious thing to do was to look in a circus since they were likely to have trained animals. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സർക്കസ് കമ്പനിയിൽ പോയി നോക്കുക. അവിടെ എന്താണ് എപ്പോഴും നല്ല പരിശീലനം ലഭിച്ച കഴിവുകൾ അവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ആര് പറയുകയാണ്? നമ്മുടെ ആര് പറയുന്നു? യെസ്, നമ്മുടെ സത്യജിത് റേ പറയാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭാരത് സർക്കസ് was visiting Calcutta at the time, holding shows in Marcus Square. അപ്പോൾ അതേസമയം അതായത് അവരുടെ ഭാഗത്തിന് വേണ്ടി എന്താണ് മർക്കസ് സ്ക്വയർ, അതായത് കൽക്കട്ട നഗരത്തിലെ മർക്കസ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഒരു ഭാരത് സർക്കസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. അപ്പോൾ ഞങ്ങൾ ഒരാളെ വിട്ടുവിടുന്നു, ഫിലിം ഫീൽഡിലുള്ള ഒരാളെ അവിടെ വിട്ടിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ മാനേജറെ കാണാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തു. അതായത് അപ്പോയിൻമെൻറ്റ് വെച്ചാൽ അദ്ദേഹത്തെ കാണാനായിട്ടുള്ള പെർമിഷൻ എടുക്കുക, മുൻകൂർ പെർമിഷൻ എടുത്തു അദ്ദേഹത്തെ പോയി കാണാൻ. എന്തിനായിരിക്കാം? കടുവയെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് ആര് പോവുകയാണ്? നമ്മുടെ ഫിലിം ഫീൽഡിൽ നിന്ന് ഒരാൾ അവിടെ പോയി പെർമിഷൻ മേടിക്കുകയാണ് മുൻകൂർ. അത് കഴിഞ്ഞിട്ടുള്ള ലൈൻസ് നോക്കുക. യെസ്, ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം ഓൺ ദ വൺ മോർണിംഗ്. അതായത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഒരു രാവിലെ തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഹി ഗ്രീറ്റഡ് അസ് വാംലി. അദ്ദേഹം ഞങ്ങളെ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു, ഞങ്ങളെ സ്വീകരിച്ചു. ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. സൗത്ത് ഇന്ത്യയിലെ കോഫി അല്ലേ, നമുക്കറിയാം സൗത്ത് ഇന്ത്യൻ കോഫി എന്ന് വെച്ചാൽ നമ്മളെ തമിഴ്നാട് കേരള ഭാഗത്തേക്ക് കിട്ടുന്ന കോഫി വളരെ ടേസ്റ്റിയാണ് അല്ലേ. അപ്പോൾ ആ കോഫി ഞങ്ങൾക്ക് തന്നുകൊണ്ട് എന്താണ് അദ്ദേഹം ഞങ്ങളെ വളരെ ഹാർദവമായിട്ട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. The manager heard the reason for our visit
ദെൻ സെൻറ്റ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. ഓക്കെ, അതായത് മാനേജർ ഞങ്ങളുടെ കാര്യം എന്താണ്, അദ്ദേഹം ഞങ്ങളുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞു, അല്ലെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്ന് അദ്ദേഹം അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഓക്കെ, ഞങ്ങൾ ആവശ്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ആളെ വിളിപ്പിച്ചു. ഓക്കെ, ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹമായിരുന്നു എന്ത്? റിംഗ് മാസ്റ്റർ. നമ്മൾ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ദിലീപിൻ്റെ അല്ലേ, ആ സിനിമയിൽ ദിലീപാണ് ആര്? അതായത് നായ്ക്കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഇവിടെ ഈ കടുവകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളായിട്ടാണ് ആര്? നമ്മുടെ മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ആളെ നോട്ട് ചെയ്യാട്ടോ. മിസ്റ്റർ തൊറാട്ട് അവിടുത്തെ റിംഗ് മാസ്റ്ററാണ് സർക്കസ് കമ്പനിയിൽ. അദ്ദേഹമാണ് അവിടുത്തെ കടുവകളെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്താണ് അവിടുത്തെ ഭാരത് സർക്കസിൻ്റെ മാനേജർ. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഓക്കെ, ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽറ്റ്. ഓക്കെ, അദ്ദേഹം എന്തായിരുന്നു? ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. ഓക്കെ, സൗത്ത് ഇന്ത്യൻ താമസിച്ചിരുന്ന ഒരാളായിരുന്നു. വെരി വെൽ ബിൽറ്റ്. അദ്ദേഹം നല്ല ബോഡിയൊക്കെ ഉള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിരുന്നു. അവർ നമ്മുടെ ഈ ഒരു നമ്മുടെ റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റർ തൊറാട്ട്. ഓക്കെ, വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. ഓക്കെ, പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നേപ്പാളി ലുക്കാണ് അദ്ദേഹത്തെ കണ്ടു. സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ മുഖച്ഛായ എന്താണ്? ഒരു നേപ്പാളി ലുക്കായിരുന്നു കേട്ടോ. യെസ്, ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. ഓക്കെ, അദ്ദേഹം എന്താണ്? 40 വയസ്സിൽ കൂടുതൽ ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിക്കില്ല. ഓക്കെ, ഹി ഷോഡ് us an old scar on his forearm which had been caused by a tiger. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു? അദ്ദേഹം ഞങ്ങളെ കാണിച്ചു തന്നു. എന്ത് കാണിച്ചു തന്നു? ഷോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളെ കാണിച്ചു തന്നു. ആസ് ആൻ ഓൾഡ് സ്കാർ, പഴയ ഒരു പാട്. സ്കാർ എന്ന് വെച്ചാൽ എന്താണ്? പാടുണ്ടാവില്ലേ? ഓക്കെ, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പാട് വരാറില്ലേ? അപ്പോൾ ആ ഒരു പാടിനാണ് സ്കാർ എന്ന് പറയുക. ഓൺ ഈസ് ഫോറാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ആ പാട് കാണിച്ചു തന്നു. ഓക്കെ, വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അതായത് കടുവയാൽ അദ്ദേഹത്തിനുണ്ടായ ആ പാട് അദ്ദേഹം കടുവയുടെ ആക്രമണത്തിലുണ്ടായ ഒരു പാടായിരിക്കും. അപ്പോൾ കടുവയുടെ കൈ കൊണ്ട് ജസ്റ്റ് തട്ടിപ്പോയപ്പോൾ ഉണ്ടായ പാടായിരിക്കും. അത് അദ്ദേഹം ഞങ്ങൾ കാണിച്ചു തന്നു. ഓക്കെ, 10th പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാണ്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഓക്കെ, ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ശിവൂരി ഇൻ ബിർഭൂം. ഓക്കെ, അതായത് ഷൂട്ടിംഗ് എവിടെയാണ് നടക്കേണ്ടത്? ഷൂട്ടിംഗ് അതായത് ശിവൂരി എന്ന് പറയുന്ന ബിർഭൂം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇവരൊരു വില്ലേജിലാണ് ഇവർക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രൂവ്. അതായത് ചെറിയൊരു മുളങ്കാട്ടിൽ, അതായത് ഒരു കടുവയെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കണമായിരുന്നു ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു നമ്മുടെ നേരത്തെ സീൻ ഓർക്കുക അല്ലേ? നമ്മുടെ ഭാഗ്യം, അതായത് നമ്മുടെ സീന് നേരത്തെ ഓർക്കുന്നുണ്ട്. നമ്മുടെ 2 ക്യാരക്ടേഴ്സ് അല്ലേ? അവർ രണ്ടുപേരും ആ ഒരു സീനിൽ വരുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടുവ ജസ്റ്റ് വരുന്നതും അവർ സ്പന്ദരായി നിൽക്കുന്നതിനെ പറ്റിയുള്ള സീനായിരുന്നു അവർക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ശിവൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓൾ ദി ആനിമൽ വാസ് റിക്വയർഡ് to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible and then go back. എന്താണ് റിക്വയർമെൻറ്റ്? എന്തായിരുന്നു ആ മൃഗം ചെയ്യേണ്ടിയിരുന്നത്? റിക്വയർഡ് മീൻസ് അത് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? അതായത് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബോ ഗ്രൂവ്, അതായത് ആ മുളങ്കാട്ടിൽ നിന്ന് ജസ്റ്റ് മെല്ലെ പുറത്തേക്ക് വരിക. എന്നിട്ടോ അതിനുശേഷം ഇൻറ്റു ആൻ ഓപ്പൺ സ്പേസ്, പുറത്തേക്ക് തുറന്നൊരു സ്ഥലത്തേക്ക് അതിങ്ങനെ നടന്നു വരിക. എന്നിട്ടോ പേസ് ജെൻലി ഫോർ എ വൈൽ, എന്നിട്ട് ഒന്ന് പോസ് ചെയ്യുക, കുറച്ച് നേരം അവിടെ നിൽക്കുക നിശ്ചലമായിട്ട്. എന്നിട്ടോ ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. ഓക്കെ, എന്നിട്ട് ക്യാമറയിലേക്ക് ഒന്ന് നോക്കുക കടുവ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് മെല്ലെ തിരിച്ചു പോവുക. ഇത്രയും മാത്രമേ എന്തായിരുന്നു ആ കടുവയെ കൊണ്ടുള്ള ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് സത്യജിത് റോയ് പറയുകയാണ് ഇവിടെ. ഓക്കെ, യെസ്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? അപ്പം മിസ്റ്റർ തൊറാട്ട് നോട്ടഡ്. അപ്പം മിസ്റ്റർ തൊറാട്ട് തല ഉരുക്കിയിട്ട് ചോദിക്കുകയാണ്, ഭാരത് സർക്കസ് എന്നുള്ളൊരു കടുവ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ, ചെയ്യുമോ എന്നാര് ചോദിക്കുകയാണ്. മിസ്റ്റർ തൊറാട്ട് അവിടെ തല ഉരുക്കി ചോദിക്കുകയാണ്. ഓക്കെ, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? അപ്പം ഹൗ ലോങ് വിൽ യു, നിങ്ങൾക്ക് എത്ര കാലത്തേക്ക് ഇതിനെ വേണ്ടി വരും, എത്ര സമയം ഇതിനെ നിങ്ങൾക്ക് വേണ്ടി വരും? ഓക്കെ, ആസ് ദ മാനേജർ. അപ്പം മാനേജർ ചോദിക്കുകയാണ്. ഓക്കെ, പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. കുറച്ച് മണിക്കൂറുകളത്തേക്ക് മാത്രം മതി, ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് മണിക്കൂറുകളത്തേക്ക് മാത്രം എന്തിനു മതി? നമുക്ക് ഒരു കടുവയെ മതി എന്ന് ആര് പറയുകയാണ്? നമ്മുടെ ഓക്കെ സത്യജിത് റോയ് മാനേജറോട് പറയുകയാണ്. ഓക്കെ, ദെൻ ഐ റിപ്ലൈഡ് ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ശിവൂരി. ഓക്കെ, അതായത് ഇത് കൂടാതെ തന്നെ അത് ട്രാവൽ ചെയ്യേണ്ട സമയം, ഇവിടെ നിന്ന് ശിവൂരിലേക്ക് ട്രാവൽ ചെയ്യേണ്ട സമയം കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. അത്രത്തോളം സമയം നമുക്കിതിനെ ഷൂട്ടിംഗ് ഫീൽഡിൽ വേണ്ടി വരും എന്നാര് പറയുകയാണ്? നമ്മുടെ സത്യജിത് റോയ് പറയുകയാണ്. ഓക്കെ, യെസ്. On being told that travel itself should take no more than 2 days, the manager agreed to put the tiger in its cage
ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. ഓക്കെ, അപ്പം എന്താണ് ഒരു എഗ്രിമെൻറ്റ് വെക്കണം അവർ രണ്ടുപേരും. ഓക്കെ, മാനേജർ പറയാണ് ട്രാവൽ അടക്കം എന്താണ് ഷുഡ് നോട്ട് ടേക്ക് മോർ ദാൻ 2 days, 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഭാരത് സർക്കസിൽ ഈ ഒരു ആനിമലിന് ആവശ്യമാണ്. അപ്പോൾ അവരൊരു എഗ്രിമെൻറ്റ് വെക്കണം, അതായത് ഇതിനെ ഒരിക്കലും 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ അവിടെ നിർത്താൻ പാടില്ല. അപ്പോൾ അതിനുള്ളിൽ എന്ത് ചെയ്യണം, അങ്ങനെ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യണം, അവർ ലോറിയിൽ കയറ്റി ബോക്സിനകത്താക്കി വിടുകയാണ് ചെയ്യുന്നത്. ഹി ഇൻവൈറ്റഡ് us to ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അങ്ങനെ ഞങ്ങളെ ടൈഗറിനെ കാണാനായിട്ട് അവർ വിളിക്കുകയാണ് അല്ലേ. അപ്പം ഇതിനെ കാണണ്ടേ, എങ്ങനെ ഇരിക്കുന്നു ഇതില്ലേ, ഒരു വിശുദ്ധനായ കടുവയാണോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കുകയാണ്, നമ്മുടെ സതീഷ് റായിനെയും ടീമിനെയും നമ്മുടെ മാനേജർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദി ആനിമൽ ഫ്രീ ഇൻ ടു ദ ബാംബു ഗ്രൂവ്? ഐ കുഡ്ന്റ് ഹെൽപ്പ് ആസ്കിങ്. അപ്പം ആര് ചോദിക്കാൻ പറ്റും, അതായത് അയാൾക്ക് ചോദിക്കാൻ വയ്യ, സത്യത്തിലെ ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ത്, ഈ ഒരു ആനിമലിനെ ഫ്രീ ആക്കി ബാംബു ഗ്രൂവിലേക്ക് മുളങ്കാട്ടിലേക്ക് വിടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കാലം ഇത് കൂട്ടിക്കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് കിടന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ കിടന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിനെ ഒരു ബാംബു ഗ്രൂവിലേക്ക് വിടുമ്പം ഇത് ഫ്രീ ആയിട്ട് നമ്മുടെ ഷൂട്ടിങ്ങിനോട് സഹകരിക്കുമോ, ഇത് ഓക്കെ ആവുമോ എന്നുള്ള സംശയങ്ങൾ ആൾക്ക് സത്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, മിസ്റ്റർ തൊറാട്ട് ഫ്രൗണ്ട്, അദ്ദേഹം ഒന്ന് ചുളിഞ്ഞു. മിസ്റ്റർ തൊറാട്ടിന് ചെറിയൊരു അങ്കലാപ്പ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ചുളിയാണെന്ന് കേട്ടോ, ചുളിയാന്ന് നമ്മൾ കണ്ടില്ലേ, ഇവിടെ നെറ്റിൽ ചുളി വരുന്ന പോലെ ആക്കി ചുളിഞ്ഞു. ഐ ആം നോട്ട് ഷുവർ, എനിക്കത്ര ഉറപ്പൊന്നുമില്ലെന്ന് മിസ്റ്റർ തൊറാട്ട് പറയുകയാണ് കേട്ടോ. കാരണം അദ്ദേഹം ഇതിനങ്ങനെ വേറൊരു ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. ഉണ്ടോ, അവൻ്റെ കൂടിൻ്റെ പുറത്തേക്ക് ഞാൻ ഇതുവരെ അവനെ വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാല് പറയാണ്, നമ്മുടെ മിസ്റ്റർ തൊറാട്ട് ഇവിടെ പറയാണ്. ഓക്കെ, വാട്ട് വെർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. കണ്ടോ, അപ്പോൾ എന്താണ്, അപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം എന്താണ്, നിശ്ചലമായി പോവോ, ഇല്ലാതായി പോവോ, അതായത് അവിടെ ഡ്രെയിൻ വയ്ക്കുന്നതാണ്, എല്ലാം കൂടെ ചോർന്ന് പോവോ, ഞങ്ങളുടെ പ്ലാനുകളെല്ലാം ഇല്ലായ്മയായി പോവോ അല്ലെങ്കിൽ ഇല്ലാതായി പോവോ എന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, നിഷ്ഫലമായി പോകുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഹൗ കുഡ് ബി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദി ആനിമൽസ്. അപ്പോൾ എന്താണ്, അതായത് ടൈഗറിൻ്റെ ട്രെയിനറേയും കൂടെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ആനിമലിലൂടെ കാണിക്കാൻ പറ്റുക. കാരണം ടൈഗറിൻ്റെ ട്രെയിനറെ അവൻ്റെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ടൈഗർ ആ രീതിയിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ. ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് സച്ച് സപ്പോസ്ഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ. അപ്പോൾ എന്താണ്, അതായത് ഗൂപ്പിയും ബാഗയും എങ്ങനെയാണ് പേടിക്കുക, പെട്രിഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്, ഭയന്ന് വിറയ്ക്കുക. വിത്ത് ഫിയർ, ഓക്കെ, അതായത് പേടി കൊണ്ട് അവർ ഭയന്ന് വിറയ്ക്കണം അല്ലേ. ഇഫ് സപ്പോസ്ഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ, അതായത് ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഈ കടുവ വരുന്നതെങ്കിൽ കടുവ എങ്ങനെയാണ് ഈ ഗോപിയും ഭാഗയൊക്കെ ഇതിനെ കണ്ട് പേടിക്കുക അല്ലേ എന്ന് ആര് ചിന്തിക്കുകയാണ്, നമ്മുടെ സത്യജിത് റായ് ഇവിടെ പറയുകയാണ് കേട്ടോ. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ കടുവ ഒറ്റയ്ക്ക് തന്നെ വരണം. അതിൻ്റെ ട്രെയിനറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഭാവമാറ്റങ്ങൾ ഉണ്ടാവാം എന്നാര് പറയാണ് ഇവിടെ. ഓക്കെ, അദ്ദേഹം പറയാണ്. ഓക്കെ, 12th പാരഗ്രാഫ് നോക്കുക. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. ഓക്കെ, എന്താണ്, അതായത് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു മരം കണ്ടെത്തി. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഞാൻ എന്ത് ചെയ്യാം, ടൈഗറിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു നേർത്ത കമ്പി ചുറ്റാം, വയർ. ഓക്കെ, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ഓക്കെ, എന്താണ്, വളരെ നേർത്തതായിരിക്കും പക്ഷേ നല്ല കട്ടിയുള്ളതായിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ഓക്കെ, എന്താണ്, അതായത് അത് കമ്പി വളരെ നേർത്തതാണെങ്കിൽ എന്താണ്, ക്യാമറയിൽ അത് കാണാൻ പറ്റില്ല. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ എന്താണ്, കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്രത്യക്ഷമാവും ക്യാമറയിൽ വരുമ്പോൾ. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ. ഓക്കെ, പക്ഷേ ഈ കമ്പി അതിനെ കഴുത്തുമേ കെട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക, അതായത് അതിൻ്റെ കഴുത്ത് എന്താണ് അവിടെ ഫ്ലാറ്റൻ ആയി പോകും അല്ലേ. അവിടെ എന്തോ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റും ആ കഴുത്തിൽ അല്ലേ. എന്തെങ്കിലും ഒരു തൊടലോ എന്തെങ്കിലും കമ്പി ഇടുമ്പോൾ അവിടെ മാത്രം എന്താണ് രോമം ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് കാണാം. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അവിടെ മാറി നിൽക്കുക. ഓക്കെ, ബൈ ദ വയർ വിച്ച് വുഡ് ഗിവ് ദ ഹോൾ തിങ് അവേ. പക്ഷെ അങ്ങനെയാകുമ്പോൾ നമുക്കത് ഒരു കറക്റ്റ് കാര്യം ഉൾപ്പെടുത്താനായിട്ട് കഴിയാതെ വരുമെന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പോൾ ടൈഗർ സ്കിൻ കൊണ്ട് നമുക്കൊരു കോളർ ഉണ്ടാക്കിയാലോ, നമുക്കതിൻ്റെ പട്ടിയുടെയൊക്കെ മേളിൽ നമ്മൾ ഒക്കെ ചെറിയൊരു തുടരില്ല ഒരു കോളർ പോലെ ഇടില്ലേ. അപ്പോൾ ആ ഒരു കോളർ നമുക്കൊരു ടൈഗറിൻ്റെ സ്കിന്നിൻ്റെ നിറത്തിൽ തന്നെ ഉണ്ടാക്കിയാലോ. ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഐ സെഡ്. ഓക്കെ, അപ്പം എന്നിട്ട് അത് നമ്മുടെ ടൈഗറിൻ്റെ കഴുത്തിൽ അത് ആ കോളർ ചുറ്റിയിട്ട് നമുക്കതിനെ ടൈ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം പറഞ്ഞു. 13th പാരഗ്രാഫ് നോക്കുക. In a village called Notungram, we found a suitable bamboo grove to the film
to film the first meeting between Gopi and Bhaga and the appearance of the tiger. അപ്പോൾ അങ്ങനെ അവസാനം എന്താണ്, അവരൊരു വില്ലേജ് കണ്ടുപിടിക്കുകയാണ്. എവിടെയാണ് ആ വില്ലേജ്? നോട്ടുൻഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു മുളങ്കാടുള്ള ഒരു വില്ലേജ് അവർ കണ്ടുപിടിക്കുകയാണ്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഈ കടുവയുമായിട്ടുള്ള നമ്മുടെ ഗോപിയുടെയും ഭാഗ്യയുടെയും ആദ്യത്തെ കണ്ടുമുട്ടലിന് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. മിസ്റ്റർ തൊറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ഓക്കെ, അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് മിസ്റ്റർ തൊറാട്ട് ടൈഗറിനെ കൂട്ടി വരികയാണ്. ഓക്കെ, ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ഏകദേശം 25ഓളം ആളുകൾ അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടു കാ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾഡ് ദ ടൈഗർ. അപ്പോൾ എന്താണ്, അവിടുത്തെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ പെർമിഷൻ എടുത്തിട്ട് ലൊക്കേഷനിലേക്ക് വന്നു. എന്തിന്? ഞങ്ങൾ എങ്ങനെയാണ് ഈ കടുവയെ നിയന്ത്രിക്കുന്നതെന്ന് കാണാനായിട്ട് അവർ അവിടെ വന്നു. 14th പാരഗ്രാഫ്. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ഓക്കെ, എന്താണ്, ലോറിയിൽ കടുവയെ കൊണ്ടുവന്നിരുന്ന ആ ഒരു കവറിങ് എന്താണ്, അത് കവർ ചെയ്തിരുന്നു, ആ ബോക്സ് കവർ ചെയ്തിരുന്നു. When the cover was removed, ആ കവർ മാറ്റിയപ്പോൾ we were surprised to see not one. പക്ഷെ ഞങ്ങൾ അതിശയിച്ചു പോയി. പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താണ്, ഒരു കടുവ മാത്രമായിരുന്നോ? അല്ല, but 2 well fed and robust tigers. നല്ല ഉശിരുള്ള, നല്ല തീറ്റയൊക്കെ നൽകിയിട്ടുള്ള, നല്ല ഉശിരായിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 കടുവകൾ നമ്മളവിടെ കണ്ടു എന്നാര് പറയാണ്, സത്യത്രയെ പറയാണ്. I decided to play it safe, Mr. Thorat explained. If one doesn't get it right, we can use the other. ഞാനൊരു നല്ല രീതിയിലുള്ളൊരു മാർഗ്ഗം നോക്കിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കടുവ എന്താണ് നമ്മൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ മറ്റേ കടുവ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്, സേഫ് ആക്കാൻ വേണ്ടിയാണ് ആര് കൊണ്ടുവന്നത്, നമ്മുടെ മിസ്റ്റർ തൊറാട്ട് കടുവയെ കൊണ്ടുവന്നെന്ന് അദ്ദേഹം അവിടെ പറയുകയാണ്. ഓക്കെ, 15th paragraph. We mounted the camera on its tripod and placed it so that it faced the bamboo grove. അപ്പോൾ എന്താണ്, ഞങ്ങൾ ക്യാമറ ട്രൈപ്പോഡിൽ വെച്ച ശേഷം എന്താണ്, ഞങ്ങൾ ബാംബു ഗ്രോവിലേക്ക് ഫേസ് ചെയ്ത് വെക്കുകയാണ് ക്യാമറ. ഓക്കെ, the audience was instructed to get behind the camera and to stand as far back as possible. അപ്പോൾ ഓഡിയൻസോട് ഞങ്ങൾ പറഞ്ഞു, എന്ത്, ക്യാമറയുടെ പുറകിൽ ഇത്ര അടി മാറി നിൽക്കണം, സേഫ് ആയിരിക്കില്ല അടുത്ത് വരുന്നത്, അപ്പം മാറി നിൽക്കാനായിട്ട് ഞങ്ങൾ നിർദ്ദേശിച്ചു. We had to stay relatively close to the bamboo grove. ഞങ്ങൾക്ക് ബാംബു ഗ്രോവിൻ്റെ മുളങ്കാടിൻ്റെ അടുത്തേക്ക് കുറച്ച് ക്യാമറ അടുത്തേക്ക് വെക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ഗോപി ആൻഡ് ബാഗ ടു, ഗോപിയും ബാഗയും കുറച്ചേക്ക് അടുത്ത് നിൽക്കണം. ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ. ക്യാമറയുടെ കുറച്ച് ദൂരം മാറിയിട്ട് ഇത്ര ദൂരത്തിൽ മാത്രമേ ആർക്കും നിൽക്കാൻ പറ്റൂ, ഗോപിക്കും ബാഗയ്ക്കും നിൽക്കാനായിട്ട് പറ്റും. For it was had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. പക്ഷേ എന്താണ്, അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു എന്ത്, കടുവയുടെ കൂടെ ഒരൊറ്റ ഷോട്ടെങ്കിലും ഇവരെ വെച്ച് കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ സിനിമയിൽ. ഓക്കെ, 16th paragraph. Mr. Thorat's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. അപ്പോൾ എന്താണ്, മിസ്റ്റർ തൊറാട്ടും അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്താണ്, ഏകദേശം ഒരു 5 അടി നീളമുള്ള ഒരു നേർത്ത കമ്പി എവിടെ ചുറ്റിയിരുന്നു, ഗ്രൗണ്ടിലേക്ക്, അതായത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് അവർ നാട്ടി വെച്ചിരുന്നു. ഓക്കെ, എന്തിനാണ്, about 30 feet from the area where the tiger was supposed to take a walk. അതായത് 30 അടി ദൂരം മാറിയിട്ട്, അതായത് ടൈഗർ നടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് 30 അടി മാറിയിട്ട് അവരൊരു നേരത്തെ കമ്പി ചുറ്റിയിരുന്നു. ഓക്കെ, they took a thin long wire and fixed one end to the collar made of tiger skin. അപ്പോൾ എന്താണ്, ആ കമ്പിയിൽ നിന്ന് അവർ അവിടെ വെച്ചിരുന്ന കമ്പിയിൽ നിന്നും എന്ത് ചെയ്തു, ഒരു കമ്പി, നേരത്തെ കമ്പി എന്ത് ചെയ്തു, ടൈഗറിൻ്റെ കോളറിലേക്ക് അവർ ഫിക്സ് ചെയ്തു. ഓക്കെ, ദെൻ ടൈഗർ വാസ് ഓൾറെഡി വെയറിങ്, ടൈഗർ ഓൾറെഡി ആ സമയത്ത് ഇട്ടിരുന്ന ആ ഒരു കോളറിൻ്റെ മുകളിലേക്ക് അവർ ഈ ഒരു നേരത്തെ കമ്പി ചുറ്റി. എന്നിട്ട് എന്താണ് ചെയ്തത്, ഓക്കെ, the other end was tied firmly to the visible portion of the iron rod. അതായത് വിസിബിൾ പോർഷൻ അല്ലേ, അതായത് ആ ഒരു കാണുന്ന ഭാഗത്തിലേക്കാണ് എന്ത്, ഈ ഒരു നേരത്തെ കമ്പി ചുറ്റിയത്. ഓക്കെ, the door of one of the cages was unfastened. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു കേജിൻ്റെ, ഒരു കൂടിൻ്റെ വാതിലപ്പോൾ എന്താണ് അവർ തുറന്ന് വിട്ടു. അൺഫാസ്റ്റൻ എന്ന് വെച്ചാൽ എന്താണ്, അൺലോക്ക് ചെയ്തു. ആൻഡ് മിസ്റ്റർ തൊറാട്ട് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ. അത് മിസ്റ്റർ തൊറാട്ട് ആരെ വിളിച്ചു, ടൈഗറിനെ വിളിച്ചു. ഓക്കെ, it responded almost at once and sprang out of its cage to land on the open space outside. അപ്പോൾ എന്താണ്, അതായത് അത് വളരെ നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് പുറത്തേക്ക് ചാടി വന്നു. ഓക്കെ, what followed was totally unexpected. പക്ഷേ അതിനുശേഷം നടന്ന എന്താണ്, വളരെ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യമായി. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. യെസ്, one look at Mr. Thorat's startled and helpless face told us that he was taken aback as the rest of us. ഓക്കെ, ആ തൊറാട്ടിൻ്റെ നോട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട് വന്നിട്ടുണ്ട്, എന്തോ ഒരു പന്തികേട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലായി, ഇവിടെ തൊറാട്ടിന് മനസ്സിലായി. ഓക്കെ, അതായത് അദ്ദേഹം ഹെൽപ്ലെസ് ആയി നിൽക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഹെൽപ്ലെസ് മുഖം ഞങ്ങൾക്ക് അവിടെ, നിസ്സഹായനായിട്ടുള്ള ഒരു മുഖം ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന് ടൈഗറെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. എന്താണ് അവിടെ വന്നത്,
അതായത് മെല്ലെ മെല്ലെ, സെഡേറ്റ്ലി മീൻസ് വാട്ട്, മെല്ലെ. ഓക്കെ, അതായത് മെല്ലെ നടക്കേണ്ടതിന് പകരം, അതായത് മെല്ലെ ആ ഒരു മന്ദഗതി നടക്കേണ്ടതിന് പകരം ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ്. അതായത് ടൈഗർ സ്റ്റാർട്ട് പ്രാൻസിങ് എന്ന് വെച്ചാൽ അതായത് കുതിച്ച് ചാടാനായിട്ട് തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനായിട്ട് തുടങ്ങി, അറൗണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും, വിത്ത് ട്രമൻഡസ് എന്തൂസിയാസം. അതായത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി കടുവ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയുകൊണ്ട് അതെന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഇറ്റ് ലെഫ്റ്റ്, ഇറ്റ് ജംപ്ഡ്. ഓക്കെ, അത് കുതിച്ച് ചാടി, അത് ചാടി. ഇറ്റ് റോൾഡ് അബൌട്ട്, അത് ഉരുണ്ടു. ഡ്രാഗിങ് ഇറ്റ്സ് പോർ ട്രെയിനർ, അതിൻ്റെ ട്രെയിനറെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. മിസ്റ്റർ തൊറാട്ടിനെ വലിച്ചുകൊണ്ടാണ് അത് ഈ കളിയെല്ലാം കളിക്കുന്നത് അല്ലേ. കാരണം ഇതിൻ്റെ കമ്പി, ഇതിനെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ്, നമ്മുടെ മിസ്റ്റർ തൊറാട്ടിൻ്റെ കയ്യിലാണ് അല്ലേ. സോ who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. അപ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കയ്യിൽ അല്ലേ ക്ലച്ച് ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല. ക്ലച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, ഹോൾഡ് ടൈറ്റ്ലി, നമുക്ക് പിടിച്ചിട്ടില്ല. ആ വയർ ആരുടെ കയ്യിലായിരുന്നു, നമ്മുടെ ട്രെയിനറായ മിസ്റ്റർ തൊറാട്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ യൂസ്ലെസ് ആയിട്ട്, അതായത് ഒരു ഉപയോഗമില്ലാതെ അദ്ദേഹം കൈ പിടിക്കേണ്ട അവസ്ഥ വന്നു എന്നാണ് അത് ആ ലൈൻസ് പറയുന്നത്. ഓക്കെ, വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി. ഓക്കെ, എന്താണ്, ഞങ്ങൾ വളരെ മണ്ടന്മാരെ പോലെ അവിടെ നിന്നു. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. ഇതുവരെ ഞങ്ങൾ കാണാത്ത തരത്തിലുള്ള സർക്കസ് ഞങ്ങളവിടെ കണ്ടു. ഓക്കെ, വിച്ച് വി വെർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് സർക്കസ് കാണാൻ പറ്റി ഞങ്ങൾക്ക് അവിടെ വന്നിട്ട്. കാരണം സർക്കസ് കമ്പനി പോയി സർക്കസ് ആണെന്ന് വെച്ചാൽ അത് കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇവിടെ കടവയുടെ കളി ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർക്കസ് കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എന്ന് ആര് പറഞ്ഞു, നമ്മുടെ റൈച്ചർ പറഞ്ഞു. ഓക്കെ, ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs. ക്യാമറ ആ ട്രൈപോഡിൽ പ്ലേസ് ചെയ്ത 3 കാലുകളിൽ നിൽക്കുകയായിരുന്നു. സ്റ്റെയറിങ് ഇൻ ടു ദ വുഡ് ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദർ. പക്ഷേ കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ പോസ് ചെയ്തുകൊണ്ട് ക്യാമറ അവിടെ തന്നെയായിരുന്നു. പക്ഷേ കടുവ യാതൊരു രീതിയിലുള്ള സൈനും അടയാളവും നമുക്ക് തന്നില്ല. ഓക്കെ, once the tiger had calmed down, 17th paragraph, once the tiger had calmed down, we managed to take the few shots we needed. Okay, ടൈഗർ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തനായി. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഷോട്ടുകൾ ഞങ്ങൾ ക്യാമറയിൽ എങ്ങനെയൊക്കെയോ പതിപ്പിക്കാനായിട്ട് ഞങ്ങൾ പറ്റി. ഓക്കെ, ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് സ്റ്റോറി. പക്ഷേ ഇതായിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ കഥയുടെ അവസാനം ഇതായി പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആയിരുന്നോ, അല്ല. ഓക്കെ, അതായത് പറയാണ്, ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ we realized that the camera had failed to work properly. അപ്പോൾ ഞങ്ങൾ കൽക്കട്ടയിൽ പോയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, ഈ ഒരു സീൻസ് ഒന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദ ഷോട്ട്സ് were too dark. എടുത്ത ഷോട്ടുകൾ മൊത്തം കറുത്തിരുണ്ട് പോലെ പോയി. So much so that the tiger was merging almost completely with the background of the trees and leaves. അപ്പോൾ എന്താണ്, ഈ ഒരു ഡാർക്ക്നെസ്സിൽ എന്താണ്, കടുവയെ കാണാനായിട്ടോ വ്യക്തമായിട്ട് കാണാനോ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് കിട്ടിയില്ല. അതും ഈ ഒരു മരങ്ങളുടെയും ഇലകളുടെ ഇടയിൽ മാഞ്ഞു പോയതുപോലെ നമുക്ക് അതിനിടയിലൂടെ ഇങ്ങനെ പോയതുപോലെ നമുക്ക് തോന്നി. അപ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ട് സീന് ക്യാപ്ചർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. ഓക്കെ, വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. ആ സീനുകൾ മൊത്തം ഞങ്ങൾക്ക് എന്താണ് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തൊറാട്ട് ആൻഡ് ഹി അഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ. അങ്ങനെ ഞങ്ങൾ തൊറാട്ടിനോട് ഒന്നുകൂടെ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം ഒന്നുകൂടെ നമുക്ക് ശ്രമിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂവ് ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബൊറാൾ. അങ്ങനെ അതേപോലത്തെ ഒരു മുളങ്കാട് ഞങ്ങൾ കൽക്കട്ടയിലെ ബൊറാൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കണ്ടു. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ലോറി ഒന്നുകൂടി വന്നു. വിത്ത് മിസ്റ്റർ തൊറാട്ട്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദി അയൺ റോഡ്. അപ്പോൾ ആ ടൈഗർ വീണ്ടും വന്നു. എന്തൊക്കെയായിട്ട്, മിസ്റ്റർ തൊറാട്ട് വന്നു, ലോറി വന്നു, ടൈഗർ വന്നു, അതുപോലെ അതിൻ്റെ സ്റ്റീൽ വയർ വന്നു, അതിനെ ടൈ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ കോളർ വന്നു, പ്രത്യേകിച്ച് ഒരു അയൺ റോഡും ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ലോറിയുടെ കൂടെ ആ ഗ്രാമത്തിലെ ആളുകൾ മൊത്തം വന്നു. കാരണം ഷൂട്ടിംഗ് കാണാനായിട്ട് ആ നാട്ടിലെ ആളുകൾ എല്ലാവരും വരും അല്ലേ. വി ടോൾ ദ വില്ലേജസ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. 70 അടി മാറി നിൽക്കാൻ ഞങ്ങൾ വില്ലേജേഴ്സിനോട് പറഞ്ഞു. പക്ഷേ എന്താണ്, ദ എൻറ്റയർ ക്രൗഡ് no one paid any attention to what we were അല്ലെങ്കിൽ what they were told. അതായത് അവരോട് പറഞ്ഞ ഒറ്റ കാര്യങ്ങൾക്കും എന്താണ് അവർ ശ്രദ്ധ വെച്ചില്ല. അവരെല്ലാവരും നമ്മൾ പറയുന്നൊന്നും കേട്ടില്ല, അവരടുത്ത് തന്നെ നിന്നു. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ. എല്ലാവരും ക്യാമറ അടുത്തേക്ക് തള്ളിക്കയറി വന്നു. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. അവരോട് വിസ്തീരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. ഞങ്ങളെ ഷൂട്ടിങ്ങിലേക്ക് കടക്കാനായിട്ട് പോയി. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി. ക്യാമറ ഞങ്ങൾ റെഡിയാക്കി. ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തൊറാട്ട്. സിഗ്നൽ കൊടുത്തു മിസ്റ്റർ തൊറാട്ടിനോട് ടൈഗറിനെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട്. He opened the door of the cage. Okay, 18th paragraph. He opened the door of the cage. അപ്പോൾ എന്താണ്, മിസ്റ്റർ തൊറാട്ടിൻ്റെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു കൂടിൻ്റെ വാതിൽ തുറന്നു. അതിനുശേഷം എന്താണ് നടന്നത്, ദി ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു, വിത്ത് എ ക്ലാങ്. എന്താണ് ഈ ക്ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാങ് എന്ന് വെച്ചാൽ അലറിക്കൊണ്ട്.
അവർ ടൈഗർ എമേഴ്സ്ഡ് വിത്ത് എ ലൗഡ് റോർ. ഓക്കെ, ഞങ്ങൾ ടൈഗർ പുറത്തേക്ക് വന്നു. എമേഴ്സ് എന്ന് വെച്ചാൽ പുറത്തേക്ക് വരിക. എന്തിന്? വിത്ത് എ ലൗഡ് റോർ, വലിയൊരു ഗർജനത്തിൻ്റെ സ്വരം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ആ ഒരു കടുവ പുറത്തേക്ക് വന്നു. ഓക്കെ, ആൻഡ് ചാർജ്ഡ് സ്ട്രേറ്റ് അറ്റ് ദ വില്ലേജേഴ്സ്. എന്നിട്ട് എങ്ങനെയാണ് ചെയ്തത്? ആ വില്ലേജേഴ്സിനോട് ആദ്യമേ നമ്മൾ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ക്യാമറമാൻ പറഞ്ഞു വില്ലേജേഴ്സിനോട് മാറി നിൽക്കാൻ 70. പക്ഷെ അവരത് കേട്ടോ? ഇല്ല, അവരത് കേട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കടുവ അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ആ ഒരു വില്ലേജേഴ്സിൻ്റെ അടുത്തേക്ക് ചാടി വന്നു. ഓക്കെ, ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ, 150ഓളം വരുന്ന ആ ജനങ്ങളുടെ നേരെ എന്ത് ചെയ്തു? ആ കടുവ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. ഒരു മാജിക് എന്ന പോലെ എന്താണ് സംഭവിച്ചത്? ആ ജനങ്ങളെല്ലാം അപ്രത്യക്ഷമായി. കാരണം എന്താണ് വന്നത്? ഒരു കടുവ അവർക്ക് നേരെ ആക്രമിച്ചുകൊണ്ട് വരുമ്പോൾ അവർ പേടിച്ച് കണ്ടം വഴി ഓടി എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പേടിച്ചിട്ട് ആ നാട്ടുകാരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. ഓക്കെ, ലെറ്റ്സ് സീ ദ റെസ്റ്റ് ഓഫ് ദ പാരഗ്രാഫ്. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, ആ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം ഓക്കെ, ദ ടൈഗർ കാം ഡൗൺ. ഓക്കെ, അതായത് ടൈഗർ ശാന്തനായി. എന്നിട്ടോ വെരി ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ, ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, വളരെ അനുസരണയുള്ള നല്ലൊരു കുട്ടിയെ പോലെ എന്ത് ചെയ്തു? ഇറ്റ് വോക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൺ. ഞങ്ങൾ ചൂസ് ചെയ്ത്, ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് അത് മെല്ലെ അത് നടന്നു. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ നടന്നു. എന്നിട്ട് പോസ് ചെയ്തു ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു, അതിൻ്റെ ആവശ്യം പോലെ കടുവ അവിടെ എന്ത് ചെയ്തു? വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിൻ. എന്നിട്ട് അത് മെല്ലെ സാവധാനം നടന്ന് അതിൻ്റെ പരിശീലകൻ്റെ അടുത്തേക്ക് അത് മെല്ലെ പോയി. അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കാണുന്നത്. ദ ലാസ്റ്റ് ലൈൻസ്, ഇവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ക്യാമറയും ഈ സമയം നന്നായി പെരുമാറി. ഓക്കെ, വിച്ച് വി റിയലൈസ്ഡ് 2 days later, 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിത് തിരിച്ചറിഞ്ഞത്. വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്. ഇത് കൽക്കട്ടയിൽ ചെന്നിട്ട് ഞങ്ങൾ ഈ ഒരു സീൻസ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായത്. ക്യാമറയും അതുപോലെ ടൈഗറും ഓക്കെ നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തുവെന്ന് അദ്ദേഹം പറയണം. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ ഒരു ഫീച്ചറിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹോളിവുഡ് ഫിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിൻഡ് ആനിമൽസ് അവിടെയുണ്ട്. ഫിലിം ഫീൽഡിന് വേണ്ടി തന്നെ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യൻ മൂവിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ഇവിടെ ലെസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ട് ടൈഗറിലൂടെ സത്യചിത്രമായി നമ്മളോട് മുന്നിൽ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം ഫീൽഡിലെ കാര്യങ്ങളെ പറ്റി പഠിക്കുക, ഫിലിം ഫീൽഡിൽ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയുക. ഓക്കെ, അതാണ് ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷനിൽ നമ്മളോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ what all of you should do is make a note of this lesson and read it once again and note down the doubts you have, note down the words you have, and then let's discuss in the next class. Okay, so stay happy, stay safe. So thanks to everyone.